നമസ്കാരം. അമേരിക്കൻ കമ്പനികളിലെ ലക്ഷങ്ങളുടെ ശമ്പളവും ആഡംബര ജീവിതവും സ്വപ്നം കണ്ട് കടൽ കടന്ന മലയാളി IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ഇന്ത്യൻ ജീവനക്കാരുടെ ഭാവി ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ തകിടം മറിഞ്ഞിരിക്കുകയാണ്. മെറ്റ, ആമസോൺ, ഒറാക്കിൾ തുടങ്ങിയ വൻകിട ആഗോള കമ്പനികൾ നടപ്പിലാക്കുന്ന കൂട്ടപ്പിരിച്ചുവിടലുകൾ അമേരിക്കയിലെ ഇന്ത്യൻ കുടുംബങ്ങളെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കുമാണ് തള്ളിവിട്ടിരിക്കുന്നത്. കയ്യിലുള്ള H-1B വിസ ഏത് നിമിഷവും റദ്ദാകുമെന്ന ഭീഷണിയാണ് ഭൂരിഭാഗം പ്രവാസികൾക്കും ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട കാരണം. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമത്തിലെ ഏറ്റവും ക്രൂരമായ 60 ദിവസത്തെ നിബന്ധനയാണ് ഇപ്പോൾ IT പ്രൊഫഷണലുകളുടെ കഴുത്തിൽ കത്തിവച്ചിരിക്കുന്നത്. H-1B വിസയിലുള്ള ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാൽ രാജ്യത്ത് തുടരണമെങ്കിൽ വെറും 2 മാസത്തിനകം പുതിയൊരു ജോലി കണ്ടെത്തണം. അത് വെറുമൊരു ജോലിയായാൽ പോരാ, പുതിയ കമ്പനി ഇവർക്ക് വിസ സ്പോൺസർ ചെയ്യാനും തയ്യാറാകണം. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സ്പോൺസറെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇവർ നിയമപരമായി രാജ്യം വിടാൻ ബാധ്യസ്ഥരാണ്. വർഷങ്ങളായി US-ൽ വീടും കാറും വാങ്ങി സ്ഥിരതാമസമാക്കിയ കുട്ടികൾ, അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ നിയമം വലിയൊരു പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ തുടർന്ന് പുതിയ ജോലി കണ്ടുപിടിക്കാൻ താൽക്കാലികമായി B2 വിസയിലേക്ക് മാറാൻ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇമിഗ്രേഷൻ അതോറിറ്റി അവിടെയും കടുംവെട്ട് വെട്ടിയിരിക്കുകയാണ്. ഇത്തരം അപേക്ഷകളിൽ അടിയന്തര വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള RFE റിക്വസ്റ്റ് ഫോർ എവിഡൻസ് നോട്ടീസുകളും അപേക്ഷ നിരസിക്കാനുള്ള മുന്നറിയിപ്പുകളും വൻതോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. തന്റെ നീണ്ട കരിയറിൽ ഇതിനു മുൻപ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നാണ് പ്രമുഖ US ഇമിഗ്രേഷൻ അറ്റോർണി രാജീവ് ഖന്ന വ്യക്തമാക്കുന്നത്. layoffs.fyi എന്ന വെബ്സൈറ്റിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ 2026 ഇതുവരെ മാത്രം 144 ആഗോള സാങ്കേതിക കമ്പനികളിൽ നിന്നായി 1,10,000-ലധികം ജീവനക്കാർക്കാണ് ജോലി നഷ്ടപ്പെട്ടത്. ഇതിൽ സിംഹഭാഗവും ഇന്ത്യക്കാരായ H-1B ജീവനക്കാരാണ്. അമേരിക്ക അനുവദിക്കുന്ന ആകെ H-1B വിസകളിൽ 70% സ്വന്തമാക്കുന്നത് ഇന്ത്യക്കാരാണ് എന്നതായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ അഹങ്കാരം. എന്നാൽ കമ്പനികൾ കൂട്ടത്തോടെ പിരിച്ചുവിടൽ തുടങ്ങിയപ്പോൾ ഈ അമിത ആശ്രയത്വം തന്നെയാണ് പ്രവാസികളുടെ ഏറ്റവും വലിയ ശാപമായി മാറിയതും. ഇതിനു പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടെ കമ്പനികൾ മനുഷ്യശേഷി കുറയ്ക്കുന്നതും തിരിച്ചടിയായിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഗ്രീൻ കാർഡിനായുള്ള നീണ്ട ക്യൂവിൽ കാത്തിരിക്കുന്ന പല കുടുംബങ്ങളും ഇപ്പോൾ അമേരിക്ക വിട്ട് കാനഡയിലെ എക്സ്പ്രസ് എൻട്രി വഴിയോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പുതിയ തൊഴിൽ തേടി അലയുകയാണ്. മെറ്റ തങ്ങളുടെ AI അധിഷ്ഠിത പുനഃസംഘടനയുടെ ഭാഗമായി എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ പുതിയ റൗണ്ട് പിരിച്ചുവിടലുകൾ ഈ ആഴ്ചയും തുടർന്നതോടെ വരും ദിവസങ്ങളിൽ പ്രവാസ ലോകത്ത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് സൂചന. അമേരിക്കൻ സ്വപ്നങ്ങളുടെ തിളക്കത്തിൽ നിന്നും അനിശ്ചിതത്വത്തിന്റെ കറുത്ത നിഴലിലേക്ക് വീണുപോയ ഇന്ത്യൻ IT പ്രൊഫഷണലുകളുടെ നിലവിലെ അവസ്ഥ പ്രവാസ ലോകത്തെ ഏറ്റവും വലിയ സങ്കടക്കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ലക്ഷങ്ങളുടെ ശമ്പളവും ആഡംബര ജീവിതവും സുരക്ഷിതമായ ഭാവിയും വാഗ്ദാനം ചെയ്ത ആഗോള സാങ്കേതിക മേഖല ഇന്ന് അപ്രതീക്ഷിതമായ പിരിച്ചുവിടലുകളിലൂടെ ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങളെ വഴിയാധാരമാക്കുകയാണ്. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെയും സാങ്കേതിക വളർച്ചയുടെയും ചാലകശക്തിയായിരുന്ന H-1B വിസക്കാർ ഇന്ന് ക്രൂരമായ 60 ദിവസത്തെ നിയമക്കുരുക്കിലും കർശനമായ വിസ നിബന്ധനകളിലും ശ്വാസം മുട്ടുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവും കോർപ്പറേറ്റ് പുനഃസംഘടനകളും ഈ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നുണ്ട്.